വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ വളരെയധികം നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ച ഒരു വാർത്ത, അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വാർത്ത, ആ വാർത്ത ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു. ടു ബി ഫ്രാങ്ക്, നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ച് എപ്പോഴും ഇവർ പറയാറുള്ള ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്നത് ഒരു മഹാപാതകമാണ് എന്നാണ് ഇവർ പറയുന്നത്. അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ജാതിയുടെ ആസ്പെക്റ്റും പിന്നെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കത് പാതകവും ചില ആൾക്കാർക്ക് അത് പാതകമല്ലാതെയും ഒക്കെ ആയിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യൂവർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതുപോലെ എന്നോട് അടുത്ത ജന്മത്തിൽ എവിടെ ജനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ആഫ്രിക്കയിൽ ഒരു പൗരനായിട്ട് ജനിക്കണം എന്ന് ഞാൻ പറയും. കാരണം അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കോണ്ടിനെന്റിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്, വല്ലാത്തൊരു പ്രിയമുണ്ട്. എന്റെ രാജ്യമാണ് എനിക്ക് ഏറ്റവും വലുത്. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു പ്രിയമുള്ളതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്നത്, അവരെ ബാക്കിയുള്ള ആൾക്കാർ പ്ലണ്ടർ ചെയ്യപ്പെടുന്നത്, അത് വല്ലാത്ത രീതിയിൽ എനിക്ക് അതിന്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ മനോവിഷമം ഉണ്ടാകാറുണ്ട്. പക്ഷെ അവർ പ്ലണ്ടർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ കപ്പാസിറ്റി അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ ഒരുപക്ഷെ യൂറോപ്പിനെക്കാട്ടിലും മുകളിലേക്ക് പോകാൻ കഴിവുള്ള ഒരു കോണ്ടിനെന്റ്, അവിടെ ഈ അവരുടെ ശക്തിയായിരുന്നാലും, അതായത് ഈ ആഫ്രിക്കൻ ജനങ്ങളുടെ ശക്തിയായിരുന്നാലും, അവരുടെയൊക്കെ ശരീരം കണ്ടിട്ടുണ്ട്. ഉരുക്ക് മനുഷ്യരാണ് അവരൊക്കെ, ഉരുക്ക് മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളത്. അവർക്ക് ഇപ്പൊ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം കാണുമ്പോഴായിരുന്നാലും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഉരുക്ക് ശരീരത്തിൽ ഒരു 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 ചൊട്ട് കൊളസ്ട്രോൾ പോലും ഇല്ലാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളത് ആഫ്രിക്കയിലെ ഈ ഉപ്പ് എടുക്കുന്ന ഡെസേർട്ടുകളിലാണ്. ഈ ഉപ്പെടുക്കുന്ന ഡെസേർട്ടുകളുണ്ട് ആഫ്രിക്കയിൽ, അവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള അവർക്കില്ലാത്ത നാച്ചുറൽ റിസോഴ്സസ് ഇല്ല, അവർക്കില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു സാംസ്കാരിക പൈതൃകമായിട്ടുള്ള ഒരു മൂല്യച്യുതിയും അവർക്കില്ലാത്തതായിട്ടില്ല. അവർക്കെല്ലാം കൂടുതലാണ്. പക്ഷെ എന്തുകൊണ്ട് അവരിപ്പോഴും ഇത്തരത്തിൽ പ്ലണ്ടറിന് വിധേയമാകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കുള്ളിൽ നിന്ന് തന്നെ ഒരു റിനൈസൻസ് ഉയർന്നു വരണം. അവർക്കുള്ളിൽ നിന്ന് തന്നെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉയർന്നു വന്നതുപോലെ ഒരു വലിയൊരു കാര്യം ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. പോരാട്ടമായിരുന്നു ലൂഥറൊക്കെ നടത്തിയിരുന്നത്. എന്നിരുന്നാലും അവരുടെ ഇനിയും നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി വന്നതുപോലെ ഒരു ശക്തനായിട്ടുള്ള ഒരു ലീഡർ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂറോപ്പിനെയും അമേരിക്കയൊക്കെ വിറപ്പിക്കാൻ ഇപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കെൽപ്പുണ്ട്, കഴിവുണ്ട്. പക്ഷേ മതം എന്ന് പറയുന്ന സാധനം ആഫ്രിക്കയെ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദാരിദ്ര്യമുള്ള സ്ഥലത്താണല്ലോ മതം വരുന്നത്. ആ മതം ആഫ്രിക്കയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. ആഫ്രിക്കയിലേക്ക് കടന്നു കയറി അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാനായിട്ട് മതം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തുടങ്ങിയിരിക്കുന്നു. സുഡാനിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു. 2000-ലധികം പേരാണ് മരിച്ചു വീണത്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഗാസയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുക്കുന്ന പരിഗണനയൊന്നും ഈ സുഡാനിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ആരും കൊടുക്കുന്നില്ല. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നിരന്തരം ഞാൻ വാർത്തകൾ എടുക്കുന്നതാണ്. അവിടെ 2 ലക്ഷം പേരൊക്കെയാണ് ഒറ്റയടിക്ക് കൂട്ടക്കുരുതി നടത്തുന്നത് അവരെയൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചർച്ചയാകുന്നില്ല? ഗാസയിലെ വംശഹത്യയൊന്നും ഈ വംശഹത്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല. അവിടെ ഇസ്ലാമിക ടെററിസമാണ് ഇവരെ കൊന്നൊടുക്കുന്നത്. ക്രിസ്ത്യാനികൾ അതിന്റെ ഇരയാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്നു, ക്രിസ്ത്യൻ പള്ളികൾ ടാർഗറ്റ് ചെയ്യുന്നു, അങ്ങനെ അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഇനി നൈജീരിയയിലേക്ക് അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത് കേരളത്തിൽ ചർച്ചയായതിൽ വളരെയധികം സന്തോഷം എനിക്ക് പേഴ്സണലി ഉണ്ട് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്? എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല ഇത്രയും കാലവും? ഇപ്പോൾ നിലവിൽ ഇത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാനായിട്ട്? നമ്മുടെ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് അങ്ങനെ കേരളത്തിൽ ഉണ്ടായ ഒരു ചേതോ വികാരം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ ഒരു ഇത്തരത്തിലുള്ള ഒരു അടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? ഇത് നമ്മൾ ഇന്നലെ ചർച്ചയ്ക്കെടുക്കാതിന് ഒരു കാരണമുണ്ട്. ഈ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അനവധി തവണ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മാത്രമേ അന്നത്തെ സമയത്ത് ചർച്ച ചെയ്തിട്ടുള്ളൂ. കാരണം അന്ന് ഒരു ഭാഗത്ത് മുസ്ലിം തീവ്രവാദമായതുകൊണ്ടായിരിക്കണം ഒരുപാട് പേര് ഇത് ചർച്ച ചെയ്യാൻ വരാഞ്ഞത്. നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ പഴയ വാർത്തകൾ സ്ക്രോൾ ചെയ്ത് പോകുന്നവർക്ക് ഇത് പ്രത്യേകം ആഫ്രിക്കയിലെ ഓരോ രാജ്യങ്ങളെയും നമ്മൾ ചെയ്തിട്ടുള്ളതാണിത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുമ്പ് ഞാനും ധനുഷും തമ്മിൽ ഈ ഒരു വിഷയം വേറൊരു ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എടുക്കാനത്. ഇന്നിപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന വാർത്ത, സുഡാനിൽ ഒരു ആശുപത്രി ആക്രമിച്ചിട്ട് ഏതാണ്ട് 500ഓളം പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സ്ത്രീകളെയും നഴ്സുമാരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ ഈ ഇന്ത്യയിൽ ഒരു ചെറിയ വിഭാഗം ആളുകൾ, ഇവാഞ്ചലിസ്റ്റുകൾ, ഇന്ത്യ പിടിച്ചെടുക്കാനും രാജ്യമാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്ത്യൻസിന് മെജോറിറ്റി ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻസിന് മെജോറിറ്റി വരുന്നത് ഈ കൊളോണിയൽ
കാലഘട്ടത്തിലാണ്, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഇവർ പലയിടത്തേക്കും കടന്നു കയറുന്നതും ആധിപത്യം സ്ഥാപിക്കുന്നതൊക്കെ. അവരുടെ കയ്യിലുണ്ടായ പല രാജ്യങ്ങളും അവർക്ക് പിന്നീട് നഷ്ടപ്പെട്ടു. 7-ാം നൂറ്റാണ്ട് വരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇറാൻ, തുർക്കി, ഈജിപ്റ്റ്, സിറിയ, അതുപോലെ തന്നെ ഇറാഖ്, ബാബിലോണിയ, സീരിയ എന്നുള്ള സഭകളായിരുന്നു ഇറാഖിന്റെ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അൾജീരിയ, ടുണീഷ്യ, മൊറോക്കോ, ജോർദാൻ, ലെബനോൻ തുടങ്ങിയവ എല്ലാം തന്നെ അവര് അവരുടെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈ 7-ാം നൂറ്റാണ്ടിന് ശേഷം ഈ അറബ് ഇൻവേഷൻസ് കടന്നു വരികയും അവർ AD 1500 കൂടി അവർ ലോകത്തിന്റെ എല്ലായിടത്തും ശക്തിപ്പെടുകയും ചെയ്തു. ഈ നൂബിൻ ക്രിസ്ത്യൻ കിങ്ഡം എന്നായിരുന്നു സുഡാനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നൈജീരിയ എന്ന് പറയുമ്പോൾ കഥ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നൈജീരിയയിലേക്ക് വരുമ്പോൾ ഈ രണ്ടു കൂട്ടരും അവിടെ ഉള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളെ മതം മാറ്റി എടുത്തുകൊണ്ടായിരുന്നു. അതായത് ഇഗ്ബോ, യൊറൂബ എന്ന് പറയുന്ന നൈജീരിയയിലെ പ്രാദേശിക വിഭാഗങ്ങളുണ്ട്, മതം, അവിടുത്തെ ഗോത്രവർഗ്ഗ ആ വിഭാഗങ്ങളെ പങ്കിട്ടെടുത്തുകൊണ്ടായിരുന്നു ഇത് സാധ്യമാക്കിയത്. ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ വൽക്കരണത്തോടു കൂടിയാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനിറ്റി കുറച്ചുകൂടി, പ്രൊട്ടസ്റ്റന്റുകളാണ് കൂടുതലുള്ളത്, കത്തോലിക്കരുമുണ്ട് 10%. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായെങ്കിൽ ഇസ്ലാമിക ഇത് വന്നത് സുഡാൻ വഴിയാണ്. സുഡാനിലെ സുഡാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ കറുത്ത വർഗം എന്നുള്ളതാണ്, കറുത്തവർ എന്നുള്ളതാണ്. അപ്പം ഈ സുഡാനിൽ നിന്നുള്ള അറബ് സംസാരിക്കുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഒരു ലൈനിൽ കൂടെയാണ് ഇസ്ലാമിക ഇതും ഈ നൈജീരിയയിലേക്ക് എത്തുന്നത്. അങ്ങനെ വടക്കൻ നൈജീരിയ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്കും തെക്കൻ നൈജീരിയ അതായത് ഈ ക്രിസ്ത്യാനികളുടെ കയ്യിലേക്കും ഇത് പോയി. വടക്കൻ നൈജീരിയ മരുഭൂമിയും മറ്റും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. നൈജർ നദിയുടെ കരയാണ് ഇത്, അപ്പുറം ഇപ്പുറം. അപ്പൊ ഇത് കുറച്ചുകൂടെ ഫലഭൂഷ്ടമായ പ്രദേശമാണ്, ഈ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഇടം. അതിനുശേഷം പിന്നീട് ഈ മരുഭൂമിയിൽ ഒന്നും വലുതായിട്ട് വിളയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് കന്നുകാലി വളർത്തലും കൃഷിയും മറ്റുമായി ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളുടെ തോട്ടങ്ങളും മറ്റും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു, ഒരു ഭീകര സംഘടന, ബോക്കോ ഹറാം. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ISIS-നേക്കാളും ഭീകരമായ ഒരു സംഘടനയാണ് 2009 രൂപം കൊണ്ട ബോക്കോ ഹറാം എന്ന് പറയും. പിന്നീട് ഈ സംഘടനകളുടെ അനവധി കൈവഴികൾ നൈജീരിയയിൽ പിടിമുറുക്കാൻ തുടങ്ങി. അവർ ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഇടങ്ങളിൽ ചെല്ലുകയും അവരുടെ തോട്ടങ്ങൾക്ക് തീ കൊടുക്കുക, അവരുടെ കന്നുകാലികളെ പിടിച്ചുകൊണ്ട് പോയി കശാപ്പ് ചെയ്യുക, അങ്ങനെ ആയിരങ്ങൾ അവിടുന്ന് പലായനം ചെയ്തു. ഇതിനൊന്നും കണക്കില്ല. പക്ഷേ ഇത് വളരെ കൗതുകരം. ഈ രാജ്യത്തെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്താൽ ഇതൊരു മതേതര രാജ്യമാണ് നൈജീരിയ. അതാണ് അതിന്റെ ഡെഫിനിഷൻ, മതേതര രാജ്യമാണ്. അപ്പൊ അങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം മതേതര രാജ്യമാണ്. അപ്പൊ അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ അവിടുന്ന് കുട്ടപ്പലായനം ചെയ്യേണ്ടി വന്നു, അവരുടെ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കേണ്ടി വന്നു, അവരെ ഒരുപാട് രീതിയിൽ. ഇവിടെ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ലോകത്ത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. വലിയ ഒരു രാജ്യം, 140 കോടി ജനമുള്ള ഒരു രാജ്യം. അവിടെ ഇവിടെ നമുക്ക് ചില കശപിശകൾ ഉണ്ടായെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സമാധാനം. ഇവിടെ ബഹുഭൂരിപക്ഷത്തിന്റെ പ്രതീകമായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയും കൊല ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു മുസ്ലിമും കൂട്ടക്കൊലയ്ക്ക് വിധേയമായിട്ടില്ല. പിന്നെ മണിപ്പൂരിൽ നടക്കുന്ന ഗോത്രവർഗ കൊലപാതകങ്ങളെ വർഗീയമാക്കി മാറ്റി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ പലരും ചെയ്തത്. ചില മതസംഘടനകൾ ഉൾപ്പെടെ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതും പൊളിഞ്ഞൊടുങ്ങിപ്പോയി. അപ്പം ഇത് ഇസ്ലാമികൾ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് പറയുന്നത്, ഇത്രയും സ്വാതന്ത്ര്യവും സേഫ്റ്റിയും ഉള്ള ഒരു രാജ്യം ഈ ലോകത്ത് വേറെയില്ല. ഇസ്ലാമിക രാജ്യത്ത് പോലും അവർക്ക് ഇതുപോലെ ഇവിടെ നടക്കുന്ന പോലെ സ്വാതന്ത്ര്യത്തിൽ അവരുടെ തോന്നിവാസത്തിന് നടക്കാൻ കഴിയില്ല. അവരുടെ നിയമം പാലിക്കേണ്ടി വരും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരിവിടെയും അവർക്ക് ഒന്നിനും യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കും, സംഘപരിവാർ അവിടെ ആക്രമിക്കില്ല ഇവിടെ ആക്രമിക്കുന്നത് വെച്ച് ചിലപ്പോൾ, കാരണം ഇത്രയും കോടി ജനമുണ്ട്. നമ്മുടെ ഒരു ചെറിയ പഞ്ചായത്തിൽ ഉള്ള പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ, ഒരു വാർഡിലുള്ള പ്രശ്നം അറിയാമല്ലോ. അവിടെ ഒന്നും ഈ കോടികളൊന്നും ഇല്ലെങ്കിൽ പോലും അത്രയും ജനമുള്ളപ്പോൾ അവിടെ പലർക്കും പല പല വിഷയങ്ങളുണ്ടാവും. അത് സ്വാഭാവികം മാത്രം, അത് തുച്ഛമാണ്. അല്ലാതെ പാകിസ്ഥാനില് കൊന്നൊടുക്കിയ പോലെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ ഒന്നും വേറെങ്ങും കൊന്നൊടുക്കിയിട്ടില്ല. ബംഗ്ലാദേശിൽ കൊന്നൊടുക്കുകയാണെങ്കിൽ വേറെങ്ങും കൊന്നൊടുക്കിയിട്ടില്ല. അപ്പൊ അതും കൂടെ നമ്മൾ വായിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഈ മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും ഒക്കെ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ ചുറ്റോടൊന്ന് കണ്ണുപിടിക്കുക. നമ്മുടെ ഇവിടെ ഒരു രാജ്യം വരണം, നമ്മുടേതായ ഒരു ഇത് വരണം എന്ന് ചിന്തിക്കുമ്പോൾ അവരാദ്യം ചെയ്യേണ്ടത് ഈ സുഡാനിൽ നൈജീരിയയിലൊക്കെ പോയിട്ട് അവിടെ വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ പട്ടിണിയാണ്. ഇവിടെ പട്ടിണിയും വിദ്യാഭ്യാസ കുറവുമൊക്കെ ആണല്ലോ പറയുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അവർക്കൊരു പരിപോഷണം കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഇവിടെ മതപ്രഭാഷണം നടത്തുന്നതിന് പകരം അവിടെ പോയിട്ട് അവരെ സഹായിക്കുകയാണ് വേണ്ടത്. പകരം അവിടെ നടക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ധനുഷെന്നറിയില്ല. ഇവിടെ ഈ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ വലിയ രീതിയിൽ ഇവിടുത്തെ അച്ഛന്മാർ, പള്ളിയിലെ വികാരിമാര് വരികയും അവർ പല ചാനലിൽ ഇരുന്നിട്ട് ഘോരം വിമർശിക്കുകയും ചെയ്യും.
നൈജീരിയയിലും മറ്റുള്ള ഇടങ്ങളിലുമെല്ലാം ഇതുപോലെ ആയിരങ്ങളെ കൊന്നൊടുക്കുമ്പോൾ കമാന്നൊരു അക്ഷരം അവർ മിണ്ടാറില്ല. ഭയമാണ് അവർക്ക്. ആക്ച്വലി അവർക്ക് ഭയമാണ്. അവർ ശരിക്കും സംഘപരിവാറിന്റെ ഒരു ബലത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ തരം കിട്ടുമ്പോൾ അവർക്ക് സംഘപരിവാറിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ഹോബി എന്നുള്ളതാണ് അതിന്റെ രസം. പിന്നെ ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മതത്തെയോ സംഘടനയോ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാൻ പോകുന്ന ഒരു ശീലം ഹിന്ദുവിനില്ല. പണ്ടുമില്ല, ഇപ്പോഴും ഇല്ല. അവൻ അവന്റെ വഴിക്ക് കിടന്ന് പറഞ്ഞോട്ടെ എന്നാണ്. അതല്ല ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ വിചാരിച്ചാൽ ഇവിടുത്തെ മറ്റു വിഭാഗങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നില്ലേ? അതായത് നൈജീരിയയെ പോലെയോ സുഡാനെ പോലെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്താ അങ്ങനെ ചിന്തിക്കാൻ വല്ല മടിയുണ്ടോ? ഒരു മടിയും ഇല്ല അങ്ങനെ. കാരണം അതിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോ ഇതാണ് നടക്കുന്നത് ഇന്ന്. അവരുടെ കാര്യങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യാൻ അവരുടെ ഇടയിൽ തന്നെ ഉള്ളവർക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ നൈജീരിയ, അതായത് സുഡാന് പിന്നാലെ നൈജീരിയ ഒരു വലിയ ക്രിസ്ത്യൻ വംശഹത്യക്ക് കളമൊരുങ്ങുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെല്ലുമെന്ന്. പക്ഷേ ഇതിനകത്തൊരു ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ നൈജീരിയയിലായാലും സുഡാനിലായാലും ഒക്കെ എങ്ങനെയാണ് അമേരിക്ക അവിടെ പോയി രക്ഷിക്കുമെന്ന്. കാരണം ഇതിനു മുമ്പൊക്കെ അമേരിക്ക അവിടെ ഇടപെട്ടിട്ടുള്ളതാണ്, ആദ്യമായിട്ടൊന്നുമല്ല അവിടെ ഇടപെടുന്നത്. ഇടപെട്ട് കഴിഞ്ഞാൽ വിജയിക്കുക പ്രയാസകരമാണ്. കാരണം ഇത് ആഭ്യന്തരമായി നടക്കുന്ന യുദ്ധങ്ങളും കലഹങ്ങളും കലാപങ്ങളുമാണ്. ഇപ്പൊ ഒരു രാജ്യമാണ് എങ്കിൽ നമുക്ക് ആ രാജ്യത്തെ ആക്രമിക്കാൻ കഴിയും. ഇത് എങ്ങനെയായിരിക്കും? ഈ ഗ്രാമങ്ങളെല്ലാം കൊണ്ട് ബോംബിടാൻ പറ്റുമോ ട്രംപിന്? ഇല്ല. ഇതിന് സമാധാനപൂർണമായിട്ട് ഒരു സമാധാന കരാറിൽ എത്തുകയും ഇവരുടെ പ്രവിശ്യകൾ വിധിച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കണം. അല്ലാതെ ഇത് യുദ്ധം കൊണ്ട് അവിടെ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നേ തീരേണ്ടതായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1967 മുതൽ നൈജീരിയ പ്രശ്നങ്ങളുണ്ട്. ഇത് എന്നേ തീരേണ്ടതായിരുന്നു. അത് ആക്രമണം കൊണ്ട് തീരും എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രാജ്യം ഛിന്ന ഭിന്നമായി ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലാണ്. അവിടെ തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷമാണ്, വിദ്യാഭ്യാസം രൂക്ഷമാണ്. ഇവിടെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് ഇന്ത്യയിലാണ് ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ ഒരു കലാപം നടക്കണം, ഇവിടെ പോകണം, ഇത് കുറച്ച് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ഇപ്പോഴെന്താ ഞാനിപ്പോ നേരത്തെ വായിച്ചതെല്ലാം ക്രിസ്ത്യൻ ഭരണമുണ്ടായത് രാജ്യങ്ങളാണ്. അവിടെ ഒന്നും ഇല്ല. അവിടെ എല്ലാം സമ്പൂർണ്ണമായി ഇസ്ലാമിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈവൻ ബ്രിട്ടൻ പോലും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വിഭാഗത്തെ അകറ്റുമ്പോൾ നമ്മളുടെ ശത്രു അവരല്ല, യഥാർത്ഥ ശത്രു നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവൻ ഏത് നിമിഷവും വാള് വെക്കുമെന്നൊരു ചിന്ത വേണം. കുറച്ചു നാൾക്ക് മുമ്പ് ക്രിസ്മസ് ദിനത്തിലായിരുന്നു 8 പേരെ കുനിച്ചു നിർത്തിക്കൊണ്ട് തല വെട്ടുന്നൊരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട്, അത് എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ക്രിസ്മസ് ദിനത്തിലായിരുന്നത്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലെ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ബോംബ് സ്ഫോടനം നടത്തിയത്. അതിന്റെ പ്രതികൾ രക്ഷപ്പെട്ടത് എങ്ങോട്ടാണ്? തമിഴ്നാട്ടിലേക്കായിരുന്നു രക്ഷപ്പെട്ടത്. ഇവിടെയാണ് നമ്മളവരെ പിടികൂടിയത്. അങ്ങനെ നമ്മുടെ ചുറ്റും ഇത് നടക്കുകയാണ്. ഇവിടെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം എത്ര സേഫ് ആണെന്നും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇവിടൊക്കെ വളരെ ചെറിയ ന്യൂനപക്ഷങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. പാഴ്സികളുണ്ട്, അതുപോലെ അതിനേക്കാളും ചെറിയ ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ ഇത്രയുമുള്ള നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 3600ഓളം ജാതികളും ഉപജാതികളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് നമ്മളിപ്പോ ഹിന്ദു, ക്രിസ്ത്യൻ, ജൈനൻ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അതിനേക്കാൾ ഉപരി ജാതിയും ഉപജാതിയും ഒക്കെ ഉള്ള ഒരു രാജ്യമാണിത്. ഗോത്രങ്ങളും ഒക്കെ ഉള്ള രാജ്യമാണ്. ഇവിടെയാണ് ഇതിനെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ടത്. ഇതിപ്പോ സുഡാനിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. അവിടെ അത്രയും ക്രിസ്ത്യാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യൻ സംഘടനകളും ഇവരോട് അടിച്ചു നിൽക്കാൻ തന്നെ കെൽപ്പുള്ള സംഘടനകളുണ്ട് അവിടെ സുഡാനിൽ. പക്ഷെ നൈജീരിയയിലേക്ക് വരുമ്പോൾ അതില്ല. അവിടെയാണ് എന്റെ പ്രശ്നം. നൈജീരിയയിലേക്ക് അവർക്ക് ഒരുപക്ഷെ ഈ സിമ്പിളായിട്ട് തന്നെ ഈ ക്രിസ്ത്യൻസിനെ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റും. അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2025 വരെ ഔദ്യോഗിക കണക്ക് 5000 പേരെ കൊന്നു. ഔദ്യോഗിക കണക്കാണ്. വ്യവസ്ഥയൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതിൽ 12 സംസ്ഥാനങ്ങളിൽ നൈജീരിയ ഭരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. ശരീഅത്ത് നിയമമാണ് 12 സംസ്ഥാനം. മതേതര രാജ്യമാണേ. അപ്പം ഇതെല്ലാം, അതായത് എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്ത് മതേതര രാജ്യമെന്ന് പറഞ്ഞിട്ട് മതം ഇല്ലാതെ നിലനിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. എല്ലാവർക്കും സമഭാവത്തിൽ കൊടുത്തിട്ട് ഈ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ രീതികളും കാര്യങ്ങളും മുമ്പോട്ടുണ്ട്. അവരുടേതായ മതം മുമ്പോട്ട് വെക്കാൻ ഈ രാജ്യത്ത് അത് വെക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ രസം. പക്ഷെ അവിടെ അത് പോരാ എന്നുള്ള രീതിയിലാണ് ഇവിടെ കുറെ പേര് നടത്തുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ രാജ്യങ്ങൾ, ഈ പ്രത്യേകിച്ച് ഈ നൈജീരിയയിലൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏതാണ്ടൊക്കെ അവർ പൂർണ്ണമായി പോവുകയാണ്. അതാണ് അതിനകത്ത് ഒരു വലിയ രസം. അത് ഒരു വംശഹത്യ, അതായത് ലോകത്തെ ഏറ്റവും വലിയ മതമായ ക്രിസ്ത്യൻ മതമാണ് വംശഹത്യ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വലിയ കൗതുകകരം. സുഡാനിൽ പിന്നെയും അവർ അടിച്ചു നിൽക്കുന്നുണ്ട്. നൈജീരിയയിലേക്ക് വരുമ്പോൾ അവർക്ക് അടിച്ചു നിൽക്കാനുള്ള സംഘടനകളില്ല, സംഘടനാ ശേഷിയില്ല. അവിടെയാണ് ഈ ട്രംപ് ഇപ്പം ചെല്ലാമെന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഓരോ ഇടങ്ങളിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പല പഞ്ചായത്തിലും. ഇവിടെ എങ്ങനെയാണ് പുറത്തുനിന്ന് വരുന്നൊരു സൈന്യത്തിന് ഇടപെടാൻ കഴിയുന്നത്?
കാരണം ഈ ഇതേപോലുള്ള സംഘർഷങ്ങളിൽ ഇടപെട്ട് പിന്തിരിഞ്ഞോടിയ ചരിത്രം അമേരിക്കയ്ക്കുണ്ട്. അഫ്ഗാനിസ്ഥാനിലായാലും വിയറ്റ്നാമിലായാലും ഒക്കെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ ചെന്ന് തലയിട്ട് കഴിഞ്ഞ് ഊരാൻ പാട് അവർക്ക് തന്നെ അറിയാം. അപ്പൊ ഇത് എങ്ങനെ സാധ്യമാകുമെന്നറിയില്ല. ഒരുപക്ഷെ ISISന്റെ കേന്ദ്രങ്ങളെ കുറെ കൊണ്ട് ബോംബിടാൻ പറ്റും, ഒന്ന് ഭയപ്പെടുത്താൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഈ കലാപം ശാശ്വതമായി നിൽക്കില്ല. ഇതിന് വളർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭയക്കുന്ന ഒരു കാര്യം വലിയ രീതിയിലുള്ള ഇസ്ലാമികവൽക്കരണമാണ്. ഇസ്ലാം ഒരു ഭാഗത്തൂടെ കടന്നു കയറുകയാണ് അങ്ങോട്ടേക്ക്. ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഇസ്ലാമും ഈ പറയുന്ന കുറെ ഈ ക്രിസ്ത്യൻ മതഗ്രൂപ്പുകളും ഇന്ത്യക്കെതിരെ തിരിയുകയാണ്, ഹിന്ദുവിനെതിരെ തിരിയുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു റൂട്ട്. എന്നിട്ട് ഇവിടെ ഇസ്ലാം എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻസിനെതിരെ വലിയ അറ്റാക്ക് നടത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മറുഭാഗത്ത് ഒരു ഹൈന്ദവ ശക്തി സ്ട്രോങ് ആയിട്ടുണ്ട്. ഒന്നതാണ് മെയിൻ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം. നേരെ മറിച്ച് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മതം ഭൂരിപക്ഷമായി നോക്കട്ടെ, കഥ മാറും. ഇവിടെ ഈ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാവുകയോ ഇന്ത്യ നേരെ മറിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആഭ്യന്തര കലാപത്തിന്റെ പിടിയിൽ തന്നെയാണ്. ക്രിസ്ത്യൻ ഭരിക്കുമ്പോൾ ഇസ്ലാമികൾ, ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ കൂളായിട്ടിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതോ മതേതര രാജ്യമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടും അവിടെ ഇതേപോലെ നരേന്ദ്രമോദിയെ കണക്കുള്ള ഭരണാധികാരികൾ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ടീംസ് ഒന്നും ഇവിടെ അധികം കിടന്ന് പൊളയ്ക്കാതെ നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞാൻ താരതമ്യം ചെയ്യുന്നത് ഈ നൈജീരിയയിലും സുഡാനിലും നടക്കുന്ന പുതിയ സംഭവമൊന്നുമല്ല, കാലാകാലങ്ങളിൽ നടക്കുന്ന സംഭവമാണ്. ഇവിടെ നാം താരതമ്യം ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് എക്കാലവും എല്ലാവർക്കും മാതൃകയായ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. കാരണം നമ്മൾ ഇവിടെ എന്ത് സേഫ്റ്റിയാണ്, എല്ലാ മതസ്ഥരും നല്ല സേഫ്റ്റിയിലാണ് കഴിയുന്നത്. ആ സേഫ്റ്റിക്കിടയിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവന്മാരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കാണുന്നിടം വെച്ച് അവനെ തല്ലുക എന്നുള്ളതേ ഉള്ളൂ, വേറെ മാർഗമില്ല. അതാണ് പലയിടത്തും ചിലടത്തൊക്കെ സംഭവിക്കുന്നത്. സംഭവിക്കുന്ന കാര്യം അതാണ്. അപ്പം ഈ നൈജീരിയയിലെ ഒരു സംഭവം, സുഡാന് പിന്നാലെ നൈജീരിയയിലും ഇപ്പൊ ഒരു വംശഹത്യ തുടങ്ങുകയാണ് എന്നാണ് വാർത്ത. അതാണ് നൈജീരിയയിലെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയാൻ കാരണം ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പലതിൽ നിന്നും ക്രിസ്ത്യൻസിനെ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞു, തീർത്തു കഴിഞ്ഞു. ഇന്ന് അവർക്കില്ല. നമുക്കറിയാം, ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന പല രാജ്യങ്ങളിലും അവരില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതന്മാരാണ്, യഹൂദന്മാർ കിടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. ഇതാണ് അവരുടെ അവസ്ഥ. ലണ്ടൻ പോലും അവരുടെ കൈപ്പിടിയിലേക്ക് പോവുകയാണ്. ഇതൊരു വലിയ ഭീകരമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇത് ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണ്. ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടൊരു ഭരണാധികാരിയാണ്. ഇത് ഇന്ത്യയാണ്. ഇവിടെ കിടന്ന് തപ്പാങ്കൂത്ത് കളിക്കാൻ ആരെയും അനുവദിക്കാറില്ല. വേണമെങ്കിൽ ഈ ഭരണം ഇരിക്കുമ്പോൾ സംഘികൾക്ക് വേണമെങ്കിൽ അഴിഞ്ഞാടിക്കൂടെ? അവരാരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ? അവർ ഭരിക്കുന്ന 18 സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട്. അവരാരെങ്കിലും ഇത് കണക്കുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വാളുമായിട്ട് പോകുന്നുണ്ടോ? BJP മോദിയും കയറിയപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് എന്താണ്? നാളെ മുതൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമിനെ നിരത്തി നിർത്തി കൊല്ലുമെന്നല്ലേ? എവിടെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അതിനെ മതപരമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഹിന്ദു മരിക്കുമ്പോൾ ചിലടങ്ങളിലൊക്കെ അതൊക്കെ അവിടുത്തെ പ്രാദേശികമായ ചില തർക്കങ്ങൾ സംഘർഷത്തിലേക്ക് പോവുകയും കൊലപാതകം, ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചവർ പൂവെറിയില്ലല്ലോ, അവരും തിരിച്ച് ചെയ്യില്ലേ? സ്വാഭാവികമല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അവരുടെ ഘോഷയാത്ര പോകുമ്പോൾ അതിനെതിരെ കല്ലെറിയുക, മാലിന്യങ്ങൾ വലിച്ചെറിയുക. അപ്പൊ സ്വാഭാവികമായിട്ട് തിരിച്ചടി കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ. അത് സ്വാഭാവികം മാത്രം ആണ് ആ സംഭവം. അടിക്ക് തിരിച്ചടി എല്ലായിടവും കിട്ടും. അതല്ലാതെ എവിടെയാണ് പോയിരിക്കുന്നത്? അല്ലാതെ അവന്റെ കേന്ദ്രങ്ങളിൽ കയറിയിട്ട് ഈ ഗോത്രവർഗ്ഗക്കാരെയൊക്കെ പറഞ്ഞ് വശംബദരാക്കി പറ്റിച്ച് മതം മാറ്റി കഴിയുമ്പോൾ ചോദ്യം ചെയ്യില്ലേ? ഇന്നലെ ഛത്തീസ്ഗഡിന് ഒരു വിധി വന്നിട്ടുണ്ട് അവിടുത്തെ ഹൈക്കോടതിയിൽ. ഞാനത് അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഛത്തീസ്ഗഡിൽ 12 പഞ്ചായത്തിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മതം മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആരും വരരുത്. അത് പഞ്ചായത്ത് വെച്ചിരിക്കുന്ന ബോർഡാണ്. അതായത് പാസ്റ്റർമാർ എഴുതി വെച്ചിട്ടുണ്ട്, പാസ്റ്റർമാരും മറ്റുള്ളവരും ഇവിടെ പ്രവേശിക്കരുതെന്ന്. കോടതി ചെന്നു, ഈ സംഘടനകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കോടതി പറഞ്ഞത് അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളെ മറ്റിടങ്ങളിൽ നിന്ന് വന്നവർ മതം മാറ്റുന്നു. അതാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അവിടെ സംഘർഷങ്ങൾ പതിവാണ്. ഇവർ വരുമ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് വന്ന് അവിടെ അതിന്റെ ആവശ്യമില്ല. ഇനി അവർക്കുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ തന്നെയുള്ള ഒരു പ്രചരണം നടത്തുമല്ലോ ആ പഞ്ചായത്തിലുള്ളവർ. നിങ്ങൾ ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ, വിദേശികളെ ഉൾപ്പെടെ ഇല്ലെങ്കിൽ മറ്റു സംസ്ഥാനക്കാരെയൊക്കെ കൊണ്ടിറക്കേണ്ട കാര്യമില്ല. 12 ഇടങ്ങളുണ്ട്. കോടതി തള്ളിയത്. കോടതി പറഞ്ഞു പഞ്ചായത്തിനടുത്ത് ഉചിതമായ തീരുമാനം. അത് ഇന്ന മതമെന്നല്ല, അവരുടെ അത് ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണത്. അല്ലാതെ ഇപ്പൊ നായന്മാരോ ഈഴവരോ ഇല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾ താമസിക്കുന്ന ഇടമല്ല. അതാണെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പോട്ടെ നോക്കാം. കാരണം അതുപോലെയല്ല, ഗോത്രവർഗ്ഗങ്ങൾ അവരുടേതായ ഒരു തനതായ സംസ്കാരവും കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കുറെ അധികാരങ്ങളും പരിധികളും ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ അവർക്കുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ കയറിയിട്ടാണ് ഈ പരിപാടി കഴിയുമ്പോൾ അത് ചെയ്തത്. അത് എന്തുകൊണ്ട് ചെയ്യുന്നത്? ഇത് ഞാൻ പറഞ്ഞതില്ലേ, നമുക്ക് ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും ഇതുണ്ട്. പക്ഷെ അതിനൊരു പരിധിയുണ്ട് എന്ന് മാത്രം. അത് നിയമപരമായിട്ട് മാത്രമാണ് നമ്മളതിനെ തടയിടാൻ ശ്രമിക്കാറുള്ളത്. അല്ലാതെ നമ്മളാരും വാളും എടുത്തുകൊണ്ട് നാളെ ഇറങ്ങാറില്ല.
അതുകൊണ്ടാണ് എൻ്റെ രാജ്യം ഇപ്പോൾ എത്ര മഹത്തരമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, അല്ലേ? അതുകൊണ്ട് അതൊരു സ്ട്രോങ് ലീഡർ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.